മുഅ്മിനീങ്ങളെ, മഖ്ബറകൾ കെട്ടി മഹാന്മാരെ ആദരിക്കൽ കേരളത്തിൽ മാത്രമുള്ളതല്ല. അതാ ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള മുഴുവൻ രാജ്യങ്ങളിലുമുണ്ട്, മുഴുവൻ ഇമാമീങ്ങളുടെ മേലെയും ഉണ്ട്. അത് കെട്ടിയ കാലത്ത് ചില്ലറക്കാരല്ല ജീവിച്ചിരുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. ശാഫിഈ ഇമാം തങ്ങളുടെ ഖബറിന്റെ മേൽ വലിയൊരു മഖ്ബറയുണ്ടാക്കിയപ്പോൾ സിയാറത്ത് ചെയ്യാൻ പിൽക്കാലത്ത് വന്ന മഹാനാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, പ്രായപൂർത്തിയായതിനു ശേഷം ഒരു ജമാഅത്ത് പോലും മുടങ്ങാത്ത, ഒരു ദിവസവും വിത്ർ മുടങ്ങാത്ത, ഒരു ദിവസവും തഹജ്ജുദ് മുടങ്ങാത്ത, ഒരു നിമിഷവും ദിക്റിൽ നിന്ന് ഖൽബ് മാറിപ്പോകാത്ത, വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയി ഇൽമിന് സേവനം ചെയ്ത, തഫ്സീർ എഴുതിയ, ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ, മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ, ഏറെ ഗ്രന്ഥങ്ങൾ എഴുതിയ, വലിയ അത്ഭുതമുള്ള കിതാബായ മിൻഹാജ് എഴുതിയ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാം തങ്ങളുടെ മഖ്ബറയിൽ വന്നിട്ട് പറഞ്ഞത്, ശാഫിഈ ഇമാമിന്റെ ജലാലത്തിനോട് യോജിച്ച മഖ്ബറയാണ്, അവിടുത്തെ പദവിക്ക് പറ്റുന്ന മഖ്ബറയാണ് എന്ന മഹാനായ നബവി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ. നബവി ഇമാം തങ്ങൾ ശീഈ അല്ലല്ലോ, നബവി ഇമാം തങ്ങളെ കുറിച്ച് ലോകം അറിയാത്തതല്ലല്ലോ. ഈ മൗലവിക്ക് ഇതൊന്നും വായിക്കാൻ നേരം കിട്ടിയില്ലല്ലോ, ഈ മൗലവിക്ക് ഇമാമീങ്ങളെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, തഖ്വയോടെ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഇവിടെ വന്നവർ മൗലവി പ്രസംഗിച്ചതിലെ പ്രധാന വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞു, അഖീദയുടെ ചർച്ച കേരളീയ മുസ്ലിങ്ങൾക്ക് അറിയില്ല, ഹദീസ് അറിയില്ല, പാരമ്പര്യ മുസ്ലിങ്ങൾ മുശ്രിക്കീങ്ങളാണ്, ഔലിയാക്കൾ അവതാരങ്ങളാണ്. അതാ മുസ്ലിങ്ങൾക്ക് ലക്ഷക്കണക്കിന് അവതാരങ്ങളുണ്ട്, ഇൽമിന്റെ സ്രോതസ് തുറന്നത് അവരാണ്, തുടങ്ങിയതാ ഒരുപാട് വാദങ്ങൾ അയാൾ ഇവിടെ പറഞ്ഞു. അതിനെ മുഴുവനും ഞാൻ ഇവിടെ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞ വിഷയങ്ങളിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഭൗതികമായ ഒരു താല്പര്യത്തിനും നമുക്ക് ദീനിന്റെ വേദിയിൽ വരേണ്ടതില്ല. ഈ ദീൻ ആർക്കും കച്ചവടം ചെയ്യാനുള്ള ദീനല്ല, ഇതാരുടെയും താല്പര്യത്തിന് വെട്ടിമുറിക്കാനുള്ളതല്ല. മഹാന്മാരായ അയിമ്മത്ത് മുഴുവനും ഈ ദീനിനു വേണ്ടി ജീവിച്ചവരല്ലേ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാ ഇന്ന് ചില ആളുകൾ മഖ്ബറയിൽ നടക്കുന്ന അനാചാരങ്ങൾ നമ്മുടെ മേൽ വെച്ച് കെട്ടാറുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന മൗലവി പറഞ്ഞത് പ്രേതങ്ങളെ വിറ്റ് കാശാക്കുന്നു എന്നാണ്. എന്തൊരു ഭാഷയാണ് പറയട്ടെ. എന്നിട്ട് ഇവിടെ വന്ന മൗലവി പറഞ്ഞത് പ്രേതങ്ങളെ വിറ്റ് കാശാക്കുന്നു എന്നാണ്. എന്തൊരു ഭാഷയാണ് പറയട്ടെ. ശറഅ അനുവദിച്ച സിയാറത്തല്ലാതെ ഒരനാചാരത്തിനും ഞങ്ങൾ കൂട്ടില്ല കേട്ടോ. ഏതെങ്കിലും മഖ്ബറകളിൽ അനാചാരം നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ സംസാരിച്ചവരാണ്, ഞങ്ങൾ അതിനെതിരെ ബന്ധപ്പെട്ടവരെ അറിയിച്ചവരാണ് കേട്ടോ. ഭീമാപ്പള്ളിയിൽ അതാ ഉറൂസിനോട് അനുബന്ധിച്ച് അനാചാരങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചവരാണ്. അതുപോലെ കാഞ്ഞിരമറ്റത്ത് പോയി അവിടെ നടക്കുന്ന അനാചാരത്തിനെതിരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മയ്യത്തിൻകരയിൽ മുമ്പ് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവ് അവിടുത്തെ ഖതീബായിരുന്നു. അവിടുത്തെ നീണ്ടകാലത്തെ പ്രവർത്തനം അൽഹംദുലില്ലാഹ് അവിടുത്തെ അനാചാരങ്ങളില്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളല്ല മഖ്ബറ കമ്മിറ്റിക്കാർ. മിക്ക മഖ്ബറ കമ്മിറ്റികളും അതാ ജാഹിലീങ്ങളായിരിക്കും, അല്ലെങ്കിൽ ദീനിനെ വിറ്റ് കാശാക്കുന്നവരായിരിക്കും. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ചിലപ്പം മൗനം ദീക്ഷിക്കുന്ന ചില മൗലവിമാരുണ്ടാകും, അതിനും ഞങ്ങൾ ഉത്തരവാദികളല്ല. ബാത്തിൽ കണ്ടിട്ട് വായടച്ച് കൈകെട്ടി നടക്കുന്നവരുണ്ടാകാം. അവരെ കൊണ്ടാണ് ഈ സമുദായം കേടുവന്നു പോയത്. അതുകൊണ്ട് ബാത്തിൽ കണ്ടാൽ
ഇദാ ളഹറൽ ബിദ്ഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. തെറ്റുകൾ കണ്ടാൽ എതിർക്കേണ്ടത് ഉലമാഇന്റെ ബാധ്യതയാണ്. ഇവിടെ വിവാഹങ്ങളിൽ അനാചാരം നടക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെതിരെ ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചാൽ മാറ്റം വരുത്താൻ കഴിയും. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല അനാചാരങ്ങളും കടന്നുകൂടുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ അതിലേക്ക് ശ്രദ്ധ തിരിയേണ്ടതാണ്, തിരുത്തേണ്ടതുപോലെ തിരുത്തേണ്ടതാണ്. അതുപോലെ അനാചാരങ്ങൾ നടക്കുന്ന മഖബറകളുടെയും പള്ളികളുടെയും കമ്മിറ്റികൾ അത് നിയന്ത്രിക്കുന്ന ചില ആളുകളുണ്ട്. അവരല്ലേ ദീന് ചിന്തിക്കേണ്ടത്? ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മഖാമുകളുടെ പരിചരണമുണ്ട്. അവയിലത്ത് തങ്ങളുടെ മഖബറയുണ്ട്. അവിടെ ഒരനാചാരവും നടക്കാറില്ല. അതുപോലെ ഞങ്ങളുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികൾ നടക്കുന്ന പരിപാലന സമിതികളിൽ കഴിയും പോലെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അതല്ലാതെ കയ്യൂക്കെടുത്ത് അധികാരത്തിന് ഞങ്ങൾക്ക് ഇവിടെ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ മഖബറയിൽ കണ്ടില്ലേ ഇങ്ങനെ, ഈ മഖബറയിൽ കണ്ടില്ലേ ഇങ്ങനെ, അവിടെ കണ്ടില്ലേ വിരലിന്റെ മഖബറ, ഇവിടെ കണ്ടില്ലേ കല്ലിന്റെ മഖബറ. ഇതൊന്നും യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനുള്ള മൂടുപടമല്ല. കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് 27 രാവിലെ മത്താഫിൽ നിന്ന് ഇഹ്റാമിന്റെ വേഷത്തിൽ പിടിക്കപ്പെട്ട കള്ളന്മാരുണ്ട്. ഒരിക്കൽ ഞങ്ങൾ റമദാനിലുള്ളപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നു. മത്താഫിലാണ്, 27 രാവാണ്, റമദാനിലെ പുണ്യമുള്ള രാത്രിയാണ്, ഇഹ്റാമിന്റെ വേഷത്തിലാണ്, പോക്കറ്റ് അടിച്ചതിനാണ് പിടിച്ചത്. അതുകൊണ്ട് ആരും മക്കത്ത് പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? തവാഫ് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? കഅബ അവിടെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അനാചാരങ്ങൾ നിയന്ത്രിക്കപ്പെടണം, ആചാരങ്ങൾ അനുവദിക്കപ്പെടണം. ഇബാദത്തുകൾ അതിന്റെ ചിട്ടയിൽ നടക്കണം. അല്ലാഹുവിന് തഖ്വയോടെ ജീവിക്കണം. അനാചാരങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്റെ മുഅ്മിനീങ്ങളെ, വരുന്ന റമദാൻ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. തഖ്വയോടെ ജീവിക്കണം. ഇത് ശഅബാനാണ്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്തിറങ്ങിയ മാസമാണ്. ശഅബാനു ശഹരി, ശഅബാനിന്റെ മാസമാണ്. ആ പുണ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കണം. കണ്ടില്ലേ, എല്ലാ ഇമാമിങ്ങളും ഹബീബായ നബി തങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് അവർ വിജയിച്ചത്. ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു ആരാണ്? ലോകത്തറിയപ്പെട്ട വലിയ മുഫസ്സിറാണ്. ആ ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ലോകം മുഴുവനും ഖുർആനിന്റെ വ്യാഖ്യാനം പ്രചരിപ്പിച്ച മഹാനാണ്. മഹാനവർകളെ പിൽക്കാലത്ത് പറയുകയാണ്, എനിക്കിതിനുള്ള തൗഫീഖ് കിട്ടിയത് എങ്ങനെയെന്നറിയുമോ? എന്റെ വാപ്പ ഒരു സ്വപ്നം കണ്ടു. ഞാനാകുന്ന കുട്ടി റസൂലുള്ളാഹിന്റെ മടിയിൽ ഇരിക്കുന്നതാണ്. ചെറിയ ചരൽക്കല്ലുകൾ എന്റെ കയ്യിൽ ഒരു പാത്രത്തിലുണ്ട്. അത് വാരിയിട്ട് ഞാനിങ്ങനെ വിതറുന്നുണ്ട്. ഇതാണ് എന്റെ വാപ്പ കണ്ട സ്വപ്നം. അന്നത്തെ ആലിമീങ്ങളോട് ചോദിച്ചു, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ മഹാന്മാരായ ആലിമീങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ ലോകം മുഴുവനും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഇൽമ വിതരണം ചെയ്യുന്ന ആളായി മാറുമെന്ന് മഹാനായ ഇബ്നു ജരീർ അത്വബരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അതാ അന്നത്തെ പണ്ഡിതന്മാര് പറയുകയാണ്. ഇബ്നു ജരീർ തങ്ങൾ വിവാഹം കഴിക്കാൻ പോലും മറന്നിട്ട് ഇൽമിന് സേവനം ചെയ്ത മഹാനാണ്. അല്ലാഹുവേ, അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണയൊന്ന് കാണാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഖൽബൊന്ന് നന്നാക്കണം റഹ്മാനേ. പ്രിയമുള്ളവരെ, ഒരു 10 തഹ്ലീൽ ചൊല്ലിയിട്ട് ദ്വാരക്കണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തേവലക്കരപ്പള്ളിയിലെ മുഅദ്ദിനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ ലോകശൈലിയിലാണ്. അല്ലാഹു തആല ശിഫയാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വാപ്പിച്ചായുടെയും വാപ്പപ്പായുടെ ആണ്ടാണ് തൽഹത്ത് മുസ്ലിയാർ. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബർ നീ സ്വർഗ്ഗമാക്കണം, ദറജ ഉയർത്തണേ റഹ്മാനെ. 3.5 വയസ്സുള്ള മുഹമ്മദ് സഅദ് എന്ന കുട്ടിക്ക് ക്യാൻസർ